ദേ ഈ കാണുന്നത് ഹിക്ലി സിക്ലിഡ് എന്ന് പറയുന്ന മത്സ്യങ്ങളാണ്. പേരിലുള്ളത് പോലെ തന്നെ ഇവർ സിക്ലിഡ് വിഭാഗത്തിലാണ് പെടുന്നത്. സിക്ലിഡ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് കുറേ മീനുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഓസ്കാർ, ഏഞ്ചൽ, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ ഹോൺ, റാം സിക്ലിഡ്സ്, പാരറ്റ് സിക്ലിഡ്സ്, ഇതിന് പറയുന്നു കരിമീൻ, അതുപോലെ തന്നെ തിലാപ്പിയ, എല്ലാം സിക്ലിഡുകളാണ്. എണ്ണിയ തീരാത്തത്ര വെറൈറ്റികളാണ് ഈ ഒരു സിക്ലിഡ് ഫാമിലിക്ക് കീഴിൽ വരുന്നത്. ഇവരെ നമ്മൾ ഒരു അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ്. ഇത് ഹിക്ലി സിക്ലിഡിന്റെ ആൽബിനോ വെറൈറ്റിയാണ്. ഇതിന്റെ ഒറിജിനൽ വെറൈറ്റിയുടെ പ്രൈസ് വരുന്നത് ഏകദേശം 120 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എയറിന്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ആൽബിനോ ആണ്. പ്രൈസ് നമ്മൾ ചോദിച്ചിരുന്നില്ല, അതുകൊണ്ട് അറിയില്ല. ഇവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. സൈഡിൽ തിളങ്ങുന്ന ഒരു സിൽവർ കളർ പോലെയൊക്കെ നമുക്ക് കാണാം. സിൽവർ അല്ല, വൈറ്റ് തന്നെയാണ്, പക്ഷേ വെള്ളി കളറിൽ തിളങ്ങുന്ന ഒരു ബോഡിയാണ്. അതുപോലെ തന്നെ ഫിൻസിലൊക്കെ നിറച്ച് സ്പോട്ടുകളുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ യെല്ലോയിഷ് കളർ കാണാം. അവരുടെ ചെകിളയുടെ ഭാഗത്തും അടിഭാഗത്ത് ആ ഒരു എയ്നൽ ഫിന്നിൻ്റെ അവിടെയൊക്കെ ഒരു യെല്ലോ കളർ കാണാൻ പറ്റുന്നുണ്ട്. സിക്ലിഡ് ഫാമിലിയിൽ പെടുന്ന എല്ലാ മത്സ്യങ്ങളുടെ പോലെ തന്നെ ഇവർ വളരെ ടെറിട്ടോറിയലുമാണ്, അഗ്രസീവുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇവരെ കമ്മ്യൂണിറ്റി അക്വേറിയങ്ങളിൽ റെക്കമെൻഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ മെയിലിനെയും ഫീമെയിലിനെയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മെയിലിനെ കാണാനാണ് കൂടുതൽ ഭംഗി വരുന്നത്. ഫീമെയിലിന് കുറച്ച് ഭംഗി കുറവാണ്, എങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെയിലിനാണ് സൈസ് കൂടുതൽ വരുന്നത്, ഫീമെയിൽ കുറച്ച് ചെറുതായിരിക്കും. മറ്റ് സിക്ലിഡുകളെ പോലെ തന്നെ പെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യിക്കാം. ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അറിയാവുന്നവർക്ക് മെയിലിനെയും ഫീമെയിലിനെയും ആയിട്ട് സെലക്ട് ചെയ്ത് മേടിക്കാം. അല്ലാത്തവർ ഒരു ഗ്രൂപ്പായിട്ട് ഒരു 4 എണ്ണത്തിനെയോ അങ്ങനെയായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിലും ഫീമെയിലും ഉണ്ടായിരിക്കും. അവർ പെയർ തിരിയുന്ന സമയത്ത് മാറ്റിയെടുത്താൽ മതി. മുട്ടയിടുന്നതൊക്കെ എല്ലാ സിക്ലിഡുകളും ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതായത് ഇലകളുടെ ഉപരിതലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പാറക്കല്ലിൻ്റെ മുകളിലോ, അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടി പോലുള്ള സംഭവങ്ങൾക്ക് ചെരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ക്ലീൻ ചെയ്തിട്ട് അവർ മുട്ടയിടാണ് ചെയ്യുന്നത്. മെയിലും ഫീമെയിലും കൂടി ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഗാർഡ് ചെയ്യുന്നതല്ല മെയിലും ഫീമെയിലും കൂടി തന്നെയാണ്. ഇവരുടെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിലാണ്, പ്രധാനമായിട്ടും ഹോണ്ടുറാസ്. ഇവർ അത്യാവശ്യം സൈസ് വയ്ക്കുന്ന മീനുകളാണ്. അതായത് 8 മുതൽ 10 ഇഞ്ച് വരെയൊക്കെ ഇവർ സൈസ് വയ്ക്കാറുണ്ട്. മെയിലുകളാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് വരെയൊക്കെ ആവും, ഫീമെയിലുകളാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് വരെയൊക്കെ വലുതാവാറുണ്ട്. അത്യാവശ്യം സൈസ് വയ്ക്കുന്ന മീനുകളാണ്. പിന്നെ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 24 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ തന്നെ pH റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 6.5 മുതൽ 8 വരെയാണ്. സിക്ലിഡ് മത്സ്യങ്ങൾക്ക് പൊതുവേ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഒരു വാം ടെമ്പറേച്ചറാണ്. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസ്കാർ ഫിഷുകൾ, ഏഞ്ചലുകളൊക്കെ നമ്മളെ കൂടുതൽ ആക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് സമ്മർ സീസണിലാണ്, അതായത് ചൂടുകാലത്താണ്. അവർ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ ഫുൾ ടൈം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡൊക്കെ നല്ല ആക്റ്റീവായിട്ട് കഴിക്കുന്നത് വേനൽക്കാലത്താണ്. അതേസമയം മഴക്കാലത്താണ് ഇവർ ഫുഡ് കുറവ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളധികം ആക്റ്റീവായിട്ട് കാണാറില്ല, അതായത് മുകളിൽ തന്നെ അധികം കാണാറില്ല. കൂടുതലും അവർ എന്താ പറയുക, ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണാറുള്ളത്. ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ് കാണുന്നത്. മുകളിൽ തന്നെ നമ്മൾ കാണാറില്ല മഴക്കാലത്ത്. കാരണം മഴക്കാലത്തെ ആ ടെമ്പറേച്ചറും pHഉം ഇവർക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, സിക്ലിഡ് മത്സ്യങ്ങളെ നമ്മൾ ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന ടാങ്കിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു ഷെയ്ഡിന് കീഴിൽ, അല്ലെങ്കിൽ ട്രസ് അടിച്ച ഒരു സെറ്റപ്പിന് കീഴിൽ വളർത്തുന്നതാണ് നല്ലത്, മഴവെള്ളം ഡയറക്റ്റ് വീഴാതെ. മഴവെള്ളം പെട്ടെന്ന് വീഴുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച്, അതുപോലെ pHൽ വരുന്ന ചേഞ്ചൊക്കെയാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് പെല്ലറ്റ് ഫുഡുകൾ നമുക്ക് കൊടുക്കാം. ഫ്ലോട്ടിംഗ് പെല്ലറ്റും, സിങ്കിങ് പെല്ലറ്റും, ടാബ്ലറ്റ്, വേഫർ, ഇത്തരം സാധനങ്ങളെല്ലാം അവർക്ക് ഫീഡ് ചെയ്യാം. പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ, അതുപോലെ തന്നെ ബ്ലഡ് വേംസ്, ഇത്തരം സാധനങ്ങളെല്ലാം അവർക്ക് കൊടുക്കാം. എണ്ണത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് തന്നെ കൊടുക്കണം. അതായത് ചെറിയ സ്പേസിൽ എണ്ണത്തിൽ കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ അഗ്രസീവ് ആവും. പ്രത്യേകിച്ച് മെയിലുകൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഗ്രഷനുകൾ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മീനുകളെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.